ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ മീനിൻ്റെ ഫ്രൈ ആണ്. നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള അയിലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനു വേണ്ടി കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉപ്പ്, മല്ലിയില, പുതിനയില, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളകാണ്. നല്ല എരിവുള്ള മുളകും കാശ്മീരി ചില്ലിയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കാൻ പോവുകയാണ്. ആ നാരങ്ങയും കൂടി നമ്മൾ പിഴിഞ്ഞ് ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി നമ്മളിത് ഫൈനായിട്ടൊന്ന് അരച്ച് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കാച്ചിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതും കൂടി മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന അയിലയിലേക്ക് നമ്മൾ പുരട്ടി കൊടുക്കുകയാണ്. പുരട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. നമുക്കതിന് വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. ഈ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് മൂക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടും. നമ്മൾ നല്ലെണ്ണ ഇതെന്ന് പറയുന്നത് മസ്റ്റാണ് ശരിക്കും. എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക പാനിൽ. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അത് ചൂടായി വരുമ്പോൾ നമ്മളൊരു കറിവേപ്പില അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പിലയിൽ ആ നല്ലെണ്ണയിൽ ഒന്ന് മൂത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഏത് മീനാണെങ്കിലും ആ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ സ്മെൽ അതിലേക്ക് പിടിക്കും. അതിലേക്ക് നമ്മൾ അയിലിട്ട് കൊടുക്കുകയാണ്. അയില ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. നല്ല വളരെ ഒരു മനോഹരമായൊരു സ്മെല്ല് വരും. നമ്മൾ ആ മൂത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം നല്ലെണ്ണയുള്ള ഉപയോഗിച്ചു. അതിന് ശേഷം ഞാൻ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും കൂടി ആവുന്ന സമയത്ത് ഒരു ചെറിയ പതയൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ പതഞ്ഞ് വരുന്ന ആ ഒരു ഫീല് അതാ മറ്റേ ഫ്ലഷിലേക്ക് ഉണ്ടല്ലോ, ആ ഫ്ലഷിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഒരു പ്രത്യേക തരം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടും. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് മൂക്കുമ്പോൾ ഒന്നും എടുത്തു വയ്ക്കുക. നല്ല ഒരു കിഡിലനായിട്ടുള്ള മീൻ ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. വറ്റയോ അല്ലെങ്കിൽ നെയ്മീനോ കരിമീനോ ഏതാണെങ്കിലും ഈ ഒരു സ്റ്റൈലിൽ വറുത്ത് കഴിഞ്ഞാൽ വളരെ സൂപ്പറായിരിക്കും.